ആ കാറ് പൊക്കോണ്ടേയിരുന്നു. ഒരു വളവ് തിരിഞ്ഞതും കാത്തിരുന്ന മതി. നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി വന്ന വരാന്തല്ല ഇങ്ങനെ കിടന്നോട്ടെ. പ്രായമായ മനുഷ്യനല്ലേ? അങ്ങനെ വലിയ സിമ്പതിയും തോന്നേണ്ട കാര്യമില്ല. ഈ തന്ത ആയുഷ്കാലം നന്നാവും പോണില്ല. അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കണം. തന്ത ആയാലും ശരി, മോനായാലും ശരി. ദീപാ സ്വയം വാലോർന്നു. രാത്രിയല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്താ? രാത്രി എന്താ റോഡിന് നീളം കൂടൂ? സാറിന് 10 രൂപ കൊടുക്കുള്ളൂ. മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താ സാറേ. അവനൊരു ചവിട്ടേരാം. എഴുതാൻ പോടാ. 100 വീലായപ്പോ വേണ്ടില്ലേ? അപ്പൊ 4 വീലായിരുന്നെങ്കിൽ ഇവൻ ആരായിരുന്നേന്? വീണു വീണു. ആരെന്നെ പിടിച്ച കയ്യെന്ന് വിടറാ. ആരും എന്നെ പിടിക്കണ്ട. അച്ഛൻ ഇഷ്ടമാണോ മക്കൾക്ക് ഇഷ്ടമാവില്ല, മക്കൾക്ക് ഇഷ്ടമാണോ അച്ഛൻ ഇഷ്ടമാവില്ല. എന്താ ചെയ്യുക? തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവൂ. വലിയ വേദാന്തം പറഞ്ഞ് എന്നെ സോപ്പിടല്ലേ. സോപ്പ് ഇട്ടിട്ടുള്ള തന്തയ്ക്ക് ഉറക്കാത്തവനും ഒക്കെ എന്നെ കുഴിയിലാക്കിയിട്ടേ ഉള്ളൂ. അച്ഛൻ മുന്നോട്ട് വന്നേ. വിടറാ വിടാ വിടറാ. എത്ര മദ്യപിച്ചാലും തമ്പി കണ്ടുള്ളൂ വിടില്ല. നോക്കിക്കോ നോക്കിക്കോ. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. കാണ്ട പട്ടാളം വീണു. പൊക്ക് പൊക്ക്. ഓ വാള് വാള് വാളടിച്ച്. എന്നെ കൊണ്ട് വയ്യ. മിക്സിട്ട് തിളപ്പിച്ച വെള്ളവാ. എഴുന്നേറ്റ് മൂടി പോച്ച നാവിയുണ്ടേ. എന്നെ ആരും ചികിത്സിക്കണ്ട. സാറിനെ അല്ല, സാറിന്റെ പനിയെ ചികിത്സിക്കാനാ. എണീക്ക് എണീക്ക്. ഒന്ന് എണീക്കാൻ. ഇവിടെ ബ്രാൻഡി എല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് ബാക്കിയുള്ളവരുടെ പാടെ. ഇങ്ങോട്ട് തിരിഞ്ഞേ. നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. ശബ്ദിച്ച് മുറി മുഴുവൻ വൃത്തികേടാക്കിയത് കഴുകി തുടച്ച് കിടന്നപ്പോഴേ നേരം വെളുക്കാറായി. ഒന്ന് തിരിഞ്ഞേ. ശനിയാഴ്ച മദ്യപിക്കുന്ന എന്റെ ഒരു ശീലമാ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നു. 7 ശനി 2 ശനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മദ്യപാന ശനി ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുക. ശരിക്കും നാവി കൊള്ളു. നന്നായിട്ടൊന്ന് വേർക്കട്ടെ. അങ്ങോട്ട് കുടിച്ചേ. വേണ്ട. വിഷമൊന്നുമല്ല, ചുക്കും കുരുമുളകും കൂടിയിട്ട കാപ്പിയാ. ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കൊണ്ടേ. ശരിക്കൊന്ന് വേർത്ത് കഴിഞ്ഞാൽ പനി പമ്പ അടക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. അടുത്ത മദ്യപാന ശനി വരുമ്പോ എഴുന്നേറ്റ് നടക്കണ്ടേ. അങ്ങോട്ട് വാങ്ങിക്കും. ആഹാ, എഴുന്നേറ്റോ? എങ്ങോട്ടാ പുറപ്പാട്? അത്താഴത്തിന്റെ ആണോ? എന്റെ ഈ ചില്ലറയില്ല. ഉണ്ണാൻ വരുമ്പോ തന്നാ മതി. ഊണിനുള്ള അല്ല, വിസിറ്റ് ആവി പിടിച്ചതിനും ചുക്ക് കാപ്പിക്കും. അതിനാണോ? അതിന് ഇത്രയൊന്നും വേണ്ട. ഇന്നലെ മുറി കഴുകി തുടച്ചെന്ന് പറഞ്ഞില്ലേ, അതിനും പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള നേഴ്സിംഗ് ഫീസും എല്ലാം കൂടെ ചേർത്താ. കഷ്ടം തന്നെയാ നിങ്ങളുടെയൊക്കെ കാര്യം. എന്തിനാ അവരോട് ഇങ്ങനെ? സത്യം പറഞ്ഞാ എനിക്കും വിഷമം തോന്നി. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോ ജോലി ചെയ്താ അതിനുള്ള കൂലി, അതിലെന്താ കുഴപ്പം? തമ്പിസാറിന്റെ സ്വഭാവം പകർന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ കാടവും കടപ്പാടും എന്നൊക്കെ പറഞ്ഞ വെറുതെ. രൊക്കം പണം, അത് നല്ലത്. ആരും അവകാശം പറയില്ലല്ലോ. രാജേട്ടനും ജുറാസിക്കായി തുടങ്ങി. അല്ല, തറവാട് വെക്കാൻ പോവാന്ന് കേട്ടു. അപ്പൊ നിങ്ങൾ 3 ആരോട് താമസിക്കും? ഒരാഴ്ച ഹരിയേട്ടന്റെ കൂടെ ചങ്ങനാശ്ശേരിയില്, പിന്നെ ഒരാഴ്ച ഗോപിയേട്ടന്റെ കൂടെ കടുത്തുരുത്തിയില്. അപ്പോ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യാനല്ലേ സമയം ഉണ്ടാവും. രാധിക്കുന്ന ഹോസ്റ്റലിൽ നിന്നൂടെ? എന്തായാലും ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. എന്താ ഡിഗ്രിക്കൊന്നും എന്നെ വിടും തോന്നണില്ല. മിക്കവാറും ഞാനും ഇക്കൊല്ലം കൂടെ ഉണ്ടാവും. ഒരു ജോലിക്കാരി ശരിയായി വരുന്നുണ്ട്. കൽക്കട്ടയിലാ. കൽക്കട്ടയിലോ? ആ, കിട്ടിയാ ഭാഗ്യം. ഇവിടം വിട്ടു പോകാൻ വിഷമം തോന്നണില്ലേ? വിഷമോ? എന്തിന്? എവിടെയായാലും എനിക്കൊരുപോലെ. സ്വന്തം ബന്ധമുള്ളവർക്കല്ലേ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോ ചടങ്ങ് ആരംഭിക്കാം അല്ലേ പാർവതി? ക്രമം അനുസരിച്ച് ആയിക്കളയാം. ദാ ആദ്യം ബാലനും സുമിത്രയും വന്നോളൂ. എപ്പോഴാ ആവശ്യം എന്ന് വെച്ചാ അപ്പൊ തിരിച്ചു വരുമല്ലോ അല്ലേ? അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലേ?
വിശ്വാസമില്ല പിന്നെ തരുവോ? 50,000 ഉണ്ട്. അടുത്ത ആള് വന്നോളൂ. ഞങ്ങളാണോ അച്ഛാ? ക്രമം അനുസരിച്ച് ആദ്യം പറഞ്ഞില്ലേ? അപ്പോ മാസം 500 ഉറുപ്പിക വെച്ച്. മറക്കില്ല, അത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടിട്ട് വീടിന്റെ പടി ഞാൻ കയറും. ഓക്കെ ഓക്കെ. നിന്നെ എന്താ ഇനി പ്രത്യേകം വിളിക്കണോ? അല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കുള്ളതും ഉണ്ട്. വാ, ഇത് ഈ വീടിന്റെ ആധാരമാണ്. ഇത് നിന്റെ ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ സർവ്വ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുള്ള അവകാശപത്രവും ഇതിനകത്തുണ്ട്. സന്തോഷമായോ? ഇനി രാധികയുടെ കാര്യമാ. മാസം 500 ഉറുപ്പിക വെച്ച്. എന്താ ഇത്? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്കറിയില്ലേ. പറഞ്ഞേ ഉള്ളൂ. ഇനി അച്ഛന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി മുത്തച്ഛൻ്റെതായിട്ട് ഇതേ ബാക്കിയുള്ളൂ. ആർക്കാ വേണ്ട വെച്ചാ എടുക്കാം. ഉണ്ടാക്കല്ലേ, ഉണ്ണിക്കുട്ടനല്ലേ ചെറിയ കുട്ടി, അവനോട് കണ്ടാ. ഉണ്ണിക്കുട്ടൻ എത്രയും വലിയ ബാഗ്? വലുതാവുമ്പോ മുത്തച്ഛനെ പോലെ ജോലിക്ക് പോവാനാ. അപ്പോ 30 വർഷത്തെ സമ്പാദ്യങ്ങളൊക്കെ പങ്കിട്ടു. ഇനി അത് ഇരട്ടിക്കിരട്ടി ആക്കിയില്ലേലും കളയാതെ സൂക്ഷിക്കുക. ഈശ്വരാ, ഇതിന് കയറ്. നമുക്ക് പോവാൻ കാറില്ലേ? മക്കളെ കുഞ്ഞമ്മാനെ കാറിക്കല്. അത് വേണ്ട ബാലേട്ടാ, ഞാൻ പറയണ കേക്ക്. ശരി ശരി, പോവാം. ഇതൊക്കെ ഈ വണ്ടിയിലോട്ട് കയറ്റി. പെട്ടെന്ന് പെട്ടെന്ന്. അച്ഛനെന്തി? അപ്പുറത്തുണ്ട്. നീ ഒരു ദീപം കിട്ടിയില്ല എന്ന് വരും, ഓർക്കണം. അച്ഛനോടും അമ്മയോടും യാത്ര പറയായിരുന്നു. അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തനിക്ക് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. ആലോചിച്ചാൽ താൻ എന്തേലും കൊലസ്റ്റ് പറയും, അതുകൊണ്ടാ പറയാഞ്ഞേ. ഒക്കെ പാർവതിയുടെ തീരുമാനാ. ഇനിയുള്ള കാലം ആൽത്തറയിൽ വെച്ച് കൂടാന്ന് പറഞ്ഞിട്ട് മേനോൻ ഇപ്പൊ ഞങ്ങളെ വിട്ടു പോവല്ലേ? ഇടയ്ക്ക് വരാലോ, എനിക്കിനി വേറെന്താ പണി? അമ്മയെ കാണാനില്ല. മുറിയിലൊക്കെ നോക്കി, അവിടെ എങ്ങുമില്ല. പാറുട്ടിയെ, അമ്മേ 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 പാറുട്ടിയെ, അമ്മേ കണ്ടോ? പാറുട്ടിയെ, അമ്മേ 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 അമ്മേ, അവിടെ ഉണ്ടോ? ഇല്ല. എന്റെ ഭഗവതി, നമുക്ക് ആവറ കിട്ടോ? അമ്മേ അമ്മേ, കണ്ടില്ല. പാറുട്ടിയെ, അമ്മേ പാറുട്ടിയെ, പാർവതി, പാർവതി, പേടിപ്പിച്ച് കളഞ്ഞൂലോ താൻ. എന്തു പറ്റി തനിക്ക്? വിട്ടുപോകാൻ പറ്റണില്ല. അത് കൊള്ളാം. ഒക്കെ തീരുമാനിച്ചിട്ട് ഇതിപ്പോ നമ്മുടെ വീടല്ല, പോയേ പറ്റൂ. വരിക, വാ, വരിക.
എന്തിനാ കരയണേ? നമ്മള് വനവാസത്തിനൊന്നും അല്ലല്ലോ പോണേ, മക്കളുടെ വീട്ടിലേക്കല്ലേ അല്ലേ നമ്പി? എടോ, ഒന്നിനു പകരം നമുക്കിപ്പോ 2 വീടാ. കണ്ണു തുടക്കേ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണ്ട ഇറങ്ങാൻ. കണ്ണീര് തുടയ്ക്ക്. മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളെ. ഞാനില്ലടോ തന്റെ കൂടെ. ഗുരുവായൂരപ്പ, എത്രയും വേഗം നിന്നെ വന്ന് കാണാനും ഈ വഴിപാട് നടത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണേ. അക്കുത്തിക്കുത്താന വരമ്പത്തരണ കുത്തുകരിങ്കുത്ത് അച്ഛൻ കളിക്കുക കൊള്ളാം. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ? ഞാൻ പറഞ്ഞാടോ. അപ്പൊ ഞാനൊന്നും ചെയ്യണ്ട, നിന്റെ മരുമോള് പറഞ്ഞു. റേഷൻ കാർഡ് കിട്ടിയോ? ആ കിട്ടി. ഇതെവിടെ വെക്കണ്ടേ? അച്ഛനെ കൊടുത്തേക്ക്. ഹരിയേട്ടന് എവിടെയെങ്കിലും വച്ചാ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങോട്ട് നാടോ. ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കണം, അല്ലേ മോളെ? പിന്നല്ലാതെ. എന്തായാലും ഇനി പാലും റേഷനും ഒക്കെ മേടിക്കാൻ അച്ഛൻ തന്നെ പോണ്ടേ? ആ നേരത്ത് പിന്നെ അവിടെ എവിടെയും കിടന്ന് തപ്പണ്ടല്ലോ. ആ മുത്തച്ഛന്റെ കയ്യും കാലും തളർന്നടാ. ചെന്ന് നിന്റെ അച്ഛനോട് ആട്ടാൻ പറ. നീ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്? എന്താ ഉള്ള പെട്ടിയും പ്രമാണമൊക്കെ നമ്മളെ പുറകിൽ വെച്ചിരിക്കുന്നത്? പിന്നല്ലാതെ റോഡിൽ കൊണ്ടുപോയി ഇടാൻ പറ്റുമോ? റോഡിലോ കാട്ടിലോ ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല. തട്ടുപിടി സാധനങ്ങളൊന്നും എന്റെ പുറം വെക്കാൻ പറ്റില്ല. ചേടാ, 2-3 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് വെച്ചാ? പിന്നെ എവിടെ ഇടാനാ? അച്ഛന്റെ അമ്മയുടെ മുറിയിലോ? അവിടെ അതിനു വേണ്ടിയുള്ള സ്ഥലമൊന്നുമില്ല. അച്ഛന്റെ അമ്മയുടെയും കട്ടിലും അലമാരയും പിന്നെ എന്റെ മേശയും പെട്ടിയും ഒക്കെ കൂടി ഇട്ടാ പിന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ? ഒരു പണി ചെയ്യാൻ ശ്യാമളെ, ഞങ്ങളുടെ കട്ടിലഴിച്ച് മോളിലെങ്ങാനും കയറ്റി വെക്കാം. കട്ടിലിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂന്നൊന്നുമില്ലല്ലോ. ഇത് നിന്റെ വീടാ, നിന്റെ സൗകര്യ, ഞങ്ങളുടെ സന്തോഷം. ഓ മേന്നെ, എന്താ മുഖത്തിനൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. കട്ടില് പോയതിന്റെ ദേഷ്യ? അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെന്താ, വെളുപ്പാങ്കാലത്ത് പാല് വാങ്ങിക്കാൻ പോണോന്ന് പറഞ്ഞതുകൊണ്ടാ? അതത്ര കാര്യാക്കാനുണ്ടോ? വേറെ ആരാ ഉള്ളത്? ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കണ അവനെ വെളുപ്പിനെ ബുദ്ധിമുട്ടിക്കണേ ശരിയാണോ? പിന്നെ ശ്യാമളയോ രാധികയോ പോണം. വെളുപ്പിനെ അവരെ നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോണം. അതിന് മേനൻ സമ്മതിക്കോ? പുറകെ മേനും വരും. അപ്പൊ പിന്നെ ഏതാ നല്ലത്? കുട്ടികളുടെ സൗകര്യല്ലേ നമ്മുടെ സന്തോഷം. വരൂ, വന്ന് ഊണ് കഴിക്കൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ശ്യാമള പറഞ്ഞു. ശ്യാമളെ? ഇവിടിപ്പോ ശ്യാമളയാണോ തീരുമാനങ്ങൾ എടുക്കണത്? നീയായിരുന്നല്ലോ തറവാട്ടമ്മ. ഇതവരുടെ വീടല്ലേ. ഓ, അപ്പൊ പാർവതി മന്ദിരം ഒന്ന് പേരിട്ടിരിക്കണത് തന്നെ സോപ്പിടാൻ വേണ്ടി മാത്രല്ലേ? വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുക. ആ പോട്ടെ, അതിലൊന്നും എനിക്ക് വിഷമില്ല പാർവതി. പക്ഷെ ഈ റേഷൻ കാർഡിൽ ഇങ്ങനെ ചതി കാണിക്കേണ്ടിയിരുന്നില്ല. എന്താ? കുടുംബനാഥൻ എന്നുള്ള സ്ഥലത്ത് എന്റെ പേരല്ലേ എഴുതേണ്ടിയിരുന്നത്? അതിപ്പോ താഴോട്ടിറങ്ങി. ഇതിൽ കുടുംബനാഥൻ ഹരികൃഷ്ണ മേനോന, അതീ താഴെ അവന്റെ ഭാര്യ, അതീ താഴെ ഉണ്ണിക്കുട്ടൻ, അതിലും താഴെയാ നമ്മള്, വെറും അച്ഛനും അമ്മയും. പിന്നെ ഒരു സന്തോഷമുണ്ട്, ഇതിലും എന്റെ തൊട്ട് താഴെയാ തന്റെ പേര്. ഇതാ നോക്ക്. വരൂ, നമുക്ക് ഓർക്കിഡിന്റെ 2-3 വെറൈറ്റി വാങ്ങിക്കണം. ആ മേരി തോമസിന്റെ വീട്ടിൽ എന്തുമാത്രം വെറൈറ്റി ഉള്ളതെന്നറിയോ? ഓർക്കിഡ് ഇപ്പൊ എന്താ വിലയെന്ന് നിനക്കറിയോ? ആഹാ, പാല് വാങ്ങിച്ചോണ്ട് വന്നിട്ട് പിന്നെ കിടന്ന് തുടങ്ങിയോ? വല്ലാത്തൊരു ക്ഷീണം. അതിങ്ങനെ വെറുതെ ഇവിടെ കുത്തിരിക്കുന്നുണ്ടാ? ഉണ്ണി വീഴും. ചെന്ന് കുളിക്കുണ്ണി. എണ്ണ തേക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. ചെല്ലു മക്കളെ.
ഇംഗ്ലീഷ് പത്രം അല്ലേ? അതെ, അയലോക്കത്തെ വീട്ടിലൊക്കെ ഇംഗ്ലീഷ് പത്ര. ഹരിയേട്ടന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ വരണതല്ലേ? അത് മാത്രമല്ല, അച്ഛനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഗോപികൃഷ്ണൻ അടുത്തേക്ക് പോവല്ലേ. പത്രക്കാരനോട് ചോദിക്കാഞ്ഞിട്ടല്ല, ഇടവിട്ട് മലയാള പത്രം ഇടാൻ അവന് ബുദ്ധിമുട്ടാണത്രേ. ഞാനാണെങ്കിൽ പത്രം വായിക്കാറില്ല. വെറുതെ എന്തിനാ ഒരു വേസ്റ്റ്. അച്ഛനെ കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിക്കേ, വെറുതെ ഇരിക്കല്ലേ. ഫ്ലുവൻ്റ് ആവട്ടെ. എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോ ഇത്തിരി ആശ്വാസമൊക്കെ അടിച്ചു ചെത്താം.